സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിൽ അടിമയായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ചാണ് ഇന്നത്തെ തിരുവചനം. ശ്രദ്ധാപൂർവം കേൾക്കുക. ശാപത്തിനടിമയായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനി. അതുമാത്രമല്ല, ഓരോരുത്തൻ ചെയ്ത പാപം അവൻ്റെ പിൻതലമുറ എങ്ങനെ അനുഭവിക്കും, എങ്ങനെ അതിൽ നിന്ന് മോചനം പ്രാപിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ തിരുവചന ഭാഗം ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നു. അത് കേൾക്കുവാൻ ആരും ഇതിനെ സ്കിപ്പ് ചെയ്ത് കളയാതെ അവസാനം വരെ ശ്രദ്ധാപൂർവം കേട്ട് നിങ്ങളെല്ലാവരും ഈ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, നിങ്ങളെ മക്കളെയും രക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ഈ തിരുവചനത്തെ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. അതിനാദരമായി ആദ്യമായി ഒരു തിരുവചന ഭാഗം വായിക്കാം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം, അതിൽ 29, 30, 31 വാക്യം ഞാൻ വായിക്കുന്നു. വേദപുസ്തകം കയ്യിലുള്ളവർ അതിനെ എടുത്ത് വായിച്ചോളുക. സ്തോത്രം. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയില്ല. ഓരോരുത്തൻ താൻ്റെ അകൃത്യം നിമിത്തമത്രേ മരിക്കുന്നത്. പച്ചമുന്തിരിങ്ങ തിന്നുന്നവൻ്റെ പല്ല് പുളിക്കുകയുള്ളൂ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്വർഗീയ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും അധികാരമുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ അങ്ങ് എഴുതിയിരിക്കുന്ന അങ്ങയുടെ പരിശുദ്ധമായ വചനം അത് ധ്യാനിക്കുവാൻ പോകുന്നു. കർത്താവേ, ഈ തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ. പരിശുദ്ധാത്മാവേ, ഇത് കേൾക്കുന്ന ജനങ്ങൾക്കും പറയുന്ന എനിക്കും അത് വളരെയധികം വിടുതലിനും വളരെയധികം ഞങ്ങൾക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന മക്കൾ ഇത് എത്രമാത്രം സത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേരൂന്നി നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുക കർത്താവേ. എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അത് മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ. അവിടെ മുന്നിൽ ഇത് കേൾക്കാൻ തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിക്കുന്നു. മാറിപ്പോട്ടെ. ഒരു ദുഷ്ടശക്തി ഇതിൻ്റെ പുറകിൽ ജയമെടുക്കരുത്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രവും എല്ലാം കർത്താവിനുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, അതൊരു വലിയ വിഷയവുമാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണ്. ഇന്ന് പലരും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ വ്യക്തിയെ ശപിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ കൂലി നീ അനുഭവിക്കും, നിൻ്റെ മക്കളും നിൻ്റെ ഒക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞ് ശപിക്കുന്നത് കേൾക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ തിരുവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൽപ്പനയിൽ പുറപ്പാട് പുസ്തകം 20-ന്റെ 5-ാമത്തെ അതിലും പറഞ്ഞിട്ടുണ്ട്, 2, 3, 4 തലമുറ ഞാനത് ശിക്ഷിക്കും, നിങ്ങളിത് തെറ്റ് ചെയ്താൽ ഇങ്ങനെ ചെയ്താലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ്, കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഇതിൽ ഒരു മാറ്റവുമില്ല. എന്നാൽ കർത്താവ് യെരമ്യാ പ്രവാചകനിൽ കൂടെ നമുക്ക് സംസാരിച്ചിരിക്കുന്ന ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു കാലം വരും. പ്രിയമുള്ളവരെ, ഈ യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം എഴുതുന്ന കാലഘട്ടം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിനും 600-700 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇത് എഴുതുന്നത്. പ്രവചിച്ചിരിക്കുന്ന കാര്യമാണ്.
ഇതിലൊരു പ്രവചനവുമുണ്ട്. പുതിയൊരു നിയമം ഉണ്ടാക്കാൻ ഉള്ള ഒരു നിയമത്തെക്കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിനെക്കുറിച്ചാണ്. വന്നിട്ട് പുതിയ നിയമം സ്ഥാപിതമാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനം കൂടെയാണ്. ഇതിൽ ഒരുപാട് പ്രവചന വാക്യങ്ങളുണ്ട് തിരുവചനത്തിൽ, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന അപ്പൻ്റെ പല്ലേ പുളിക്കൂ, മക്കളുടെ പല്ല് പുളിക്കത്തില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാലം വരും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ഒരു സംഭവം പറയാൻ കാരണം തിരുവചനത്തിൽ ന്യായപ്രമാണത്തിൽ ഈ ന്യായപ്രമാണം മോശെ മുഖാന്തരം ജനങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് കർത്താവ് വ്യക്തമായി അവിടെ ഇന്നത് നീ ചെയ്താൽ നിനക്ക് അനുഗ്രഹം, ഇന്നത് ചെയ്തില്ല എങ്കിൽ നിനക്ക് ശാപം, ഇങ്ങനെയൊക്കെ ഒരുപാട് ശാപവാക്യങ്ങളും അനുഗ്രഹവാക്യങ്ങളും എല്ലാം ന്യായപ്രമാണത്തിലുണ്ട്. ഈ മാതാപിതാക്കൾ ചെയ്യുന്ന പാവം അവരുടെ പിൻതലമുറ അനുഭവിക്കും എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ. ഞാൻ ആദ്യം പറഞ്ഞ ആ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, 20:5. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 26:38-39 വാക്യം അതിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 14:17 അതിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 34:6-7 അതിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32:18 വാക്യം അതിലും പറഞ്ഞിട്ടുണ്ട്. ഈ മക്കൾക്ക് ഇങ്ങനെയൊക്കെ മാതാപിതാക്കളുടെ പാപം അനുഭവിക്കേണ്ടി വരും, ശാപം അനുഭവിക്കേണ്ടി വരും ഒക്കെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14:21 എടുത്ത് വായിക്കുക, ഇതിലെയും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രവാചകന്മാരിൽ കൂടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൻ ചെയ്യുന്ന പാവം, മാതാപിതാക്കൾ ചെയ്യുന്ന പാവം അവരുടെ മക്കൾ പിൻതലമുറ അനുഭവിക്കും, അവരുടെ കുടുംബത്തിൽ ആ ശാപമുണ്ടാകുമെന്ന്. പ്രിയമുള്ളവരെ, എത്ര വലിയ ഒരു കാര്യമാണ്. ഇന്ന് പല കുടുംബങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഉടനെ ദൈവത്തെ കുറ്റം പറയും, കർത്താവിനെ കുറ്റം പറയും. കർത്താവ് ഇത് ചെയ്തു, ഇതെന്തുകൊണ്ട് ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, ഞാൻ ആർക്കൊരു ദ്രോഹം ചെയ്തില്ലല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കർത്താവിനെ കുറ്റം പറയുന്നത് കാണുവാൻ സാധിക്കും. നാം ഓരോരുത്തരും മനസ്സിലാക്കണം, ദൈവം നല്ലവനാണ്. അവൻ ഒരിക്കലും ദോഷമായിട്ട് ആർക്കും ചെയ്യത്തില്ല, ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല. പ്രിയമുള്ളവരെ, ദോഷമായിട്ടൊന്നും തന്നെ എൻ്റെ നാഥൻ ചെയ്യുകയില്ല. എത്ര മനോഹരമായിട്ട് ആ പാട്ട് പാടിയിരിക്കുന്നു. ദോഷമായിട്ട് ഒന്നും തന്നെ എൻ്റെ നാഥൻ ചെയ്യുകയില്ല എന്ന്. അപ്പോൾ നമ്മുടെ കർത്താവ് ഈ തിരുവചനത്തിൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. അല്ലാതെ എന്തെങ്കിലും ഒന്ന് വന്നാൽ കർത്താവിനെ കുറ്റം പറയുകയില്ല. കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ തോന്നിയ വഴിക്ക് ജീവിക്കുകയല്ല. നമ്മളെ ഹൃദയങ്ങളെ പരിശോധിച്ച് നോക്കണം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു. നമ്മുടെ മാതാപിതാക്കൾ എന്തെങ്കിലും അനീതികൾ ചെയ്തു വെച്ചിട്ടുണ്ടോ? അവർ ചെയ്ത എന്തെങ്കിലും പാവമാണോ, എന്തെങ്കിലും ദ്രോഹമാണോ, എന്തെങ്കിലും അതുകൊണ്ടാണോ നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു? ഇതിനെക്കുറിച്ച് നാം ചിന്തിച്ച് ദൈവത്തോടടുത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവമാണ് ഇതിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കുവാൻ, ദൈവമാണ് ഇതെല്ലാത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാൻ. അതുകൊണ്ട് ദൈവത്തെ നാം എപ്പോഴും ഏതൊരു കാര്യത്തിനും നമ്മൾ വിശ്വസിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അല്ലാതെ കുറ്റം പറയുകയല്ല. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ കർത്താവിൻ്റെ മുകളിൽ ഇടുകയല്ല. ഇന്ന് പലരും അതാണ് ചെയ്യുന്നത്. തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ അവൻ തിരുത്താൻ തയ്യാറല്ല. ഇവിടെ വ്യക്തമായി ശാപവാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു മോചനത്തിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. വ്യക്തമായി അത് പറഞ്ഞിരിക്കുകയാണ്, മോചനം. ആ മോചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്താണ് ആ മോചനം? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ മോചനം. നമ്മളിന്ന് ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിന്ന് ചെയ്യുന്ന തെറ്റ്, നമ്മൾ ചെയ്യുന്ന പാവം, നാം മരിച്ചു കഴിഞ്ഞാലും നമ്മളെ പിൻതലമുറ അത് അനുഭവിക്കുവാൻ ഇടയാകും എന്നുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഇന്നെല്ലാവരും പറയുന്ന ഒരു വാക്യമുണ്ട്, എന്തെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു വന്നു, അവൻ കാൽവരി കുരിശിൽ വന്നു, എല്ലാ ശാപവും പോയി, എല്ലാം നീക്കി, എല്ലാം പുതിയതാക്കി. തന്നെ അവൻ പുതിയതാക്കി എല്ലാം ചെയ്തു.
എന്നാൽ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ വേറൊരു കാര്യം കൂടെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നത് നീ ചെയ്താൽ നീ ജീവിക്കും, ഇന്നത് നീ ചെയ്താൽ ജീവിക്കും, ചെയ്തില്ല എങ്കിൽ മരിക്കും എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതേ ഭാഗത്തെ നമുക്ക് എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഇതാ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇനി ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? എന്നാണ് നിങ്ങൾ ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. സ്തോത്രം. അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ 2-3 കാര്യം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, അതിൽ 5 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, 4 മുതൽ തന്നെ വായിക്കാം. സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്ന് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ പൂജാഗിരികളിൽ വച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരൻ്റെ ഭാര്യയെ വസലാക്കുകയോ കൃതുവായ സ്ത്രീയോട് അടുക്കുകയോ ചെല്ലുകയോ ആരോടും അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തൻ്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോടെ വിധിക്കുകയും എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഈ വചനത്തിൽ വ്യക്തമായി എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് ഒന്നും മാറ്റുവാൻ പറ്റത്തില്ല. ഇത് കർത്താവ് പ്രവാചകനിൽ കൂടെ വ്യക്തമായി പറഞ്ഞുകൊടുത്ത പ്രവാചന വാക്യമാണത്. സ്തോത്രം. ഇവിടെ നാം ആദ്യമായി നമ്മൾ കാണുവാൻ സാധിക്കും, ഒരു മനുഷ്യൻ നീതിമാനായിരുന്ന് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അടുത്ത് പൂജാഗിരികളിൽ വച്ച് ഭക്ഷണം കഴിക്കുകയോ, പൂജാഗിരികളെന്ന് പറയുമ്പോൾ വിഗ്രഹങ്ങളെ വച്ച് പൂജ ചെയ്ത് അവിടെ അന്നദാനം നടത്തുന്നത്, അവിടെയുള്ള ഭക്ഷണങ്ങളെ കഴിക്കുന്നത്, ഇങ്ങനെയുള്ള അന്നദാനങ്ങളെ കഴിക്കുന്നത്, പൂജ ചെയ്യുന്ന വിഗ്രഹങ്ങളെ വെച്ച് പൂജ ചെയ്യുന്ന, അന്യദൈവങ്ങളെ വെച്ച് പൂജ ചെയ്യുന്നിടത്ത് നിന്ന് ആ പൂജാഗിരിയിൽ വച്ച് ബലിപീഠത്തിൽ വച്ച് ഭക്ഷണം കഴിക്കുന്ന ഏതൊരു വ്യക്തിയും കർത്താവിൻ്റെ സന്നിധിയിൽ ശാപഗ്രസ്തനാണ്. അവൻ ശപിക്കപ്പെട്ടവനായി തീരുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ, പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയം നാം മനസ്സിലാക്കണം. ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വിഗ്രഹം എന്താണ്? ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വിഗ്രഹം നമുക്ക് ഈ തിരുവചനത്തിൽ കൂടെ ഒരുപാട് കാര്യങ്ങളെ ആഴമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേൽ ജനം ഏത് വിഗ്രഹമാണ് വച്ചിരുന്നത്? ഇത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വരുന്നതിനും 700 വർഷത്തിന് മുമ്പേ പ്രവചിച്ച കാര്യമാണത്. ഇസ്രായേൽ ജനം എന്ന് പറയുന്ന ആബ്രഹാമിൻ്റെയും ഈസാക്കിൻ്റെയും യാക്കോബിൻ്റെയും മക്കൾ, അവരുടെ പിൻഗാമികൾ ഇസ്രായേൽ ജനം. ആ ജനം വച്ചിരുന്ന പൂജാഗിരി, ആ ജനം വച്ചിരുന്ന വിഗ്രഹം ഏത് വിഗ്രഹമാണെന്നറിയാമോ? അത് ഞാൻ നേരത്തെ തന്നെ ഒരു തിരുവചന ഭാഗത്തിൽ ഈ
ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇസ്രായേൽ ജനത്തിൻ്റെ വിഗ്രഹം, പ്രിയമുള്ളവരെ, ബിലയാമിൻ്റെ ഉപദേശത്തിൽ കൂടെ അതിനു മുമ്പേയും തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചു പോയ പ്രഭുക്കന്മാർ, അന്നത്തെ ദൈവഭക്തിയിൽ ജീവിച്ച മനുഷ്യരെ ആണ് അന്ന് ദേവന്മാരെന്ന് വിളിച്ചിരുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച ഓരോ വ്യക്തികളെയും ദേവന്മാരെന്നാണ് വിളിച്ചിരുന്നത്. അത് ഇസ്രായേൽ ജനത്തിന് വ്യക്തമായി അത് ന്യായപ്രമാണത്തിൽ കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തു പോലും സുവിശേഷത്തിൽ അത് വ്യക്തമായി മനുഷ്യരോട് പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. 10:34-35 നമുക്കെടുത്ത് വായിക്കുന്നത് നോക്കത്. അവിടെ ഇപ്രകാരം പറയുന്നു: യേശു അവരോട്, നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നില്ലയോ? ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞു എങ്കിൽ തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. കാരണം യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പം വിശ്വസിക്കാത്തത് കൊണ്ട് ഇങ്ങനെ കർത്താവ് പറയുകയാണ്, ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്, ദേവിമാരെന്ന് പറയുന്നത്. ദേവൻ, ദേവി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരാണ്. ആ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച അവർ മരിച്ചുപോയതിന് ശേഷം അവരുടെ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി ഇവർ വച്ച് പൂജിച്ചു. ആര്? ഇസ്രായേൽ ജനം. ഇനിയും ഞാൻ ഈ ദേവന്മാരെക്കുറിച്ച് ഒരു അല്പം കൂടെ നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കി തരാം. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ്റെ പുസ്തകത്തിലും കാണുവാൻ സാധിക്കും. നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, അതിൽ ഒരു വാക്യമുണ്ട്. 65-ാമത്തെ അധ്യായം, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ൽ തന്നെ ഒരു വാക്യമുണ്ട്. ഞാൻ നിങ്ങൾക്കത് വായിച്ച് കേൾപ്പിക്കാം. ഇതാ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 65-ാമത്തെ അധ്യായം. സ്തോത്രം. അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്: എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുകയും ഖാദ് ദേവന് ഒരു മേശ ഒരുക്കി മെനി ദേവിക്ക് വീഞ്ഞ് കലർത്തി നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നവരെ എന്നാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഖാദ് ദേവന് ഒരു മേശ ഒരുക്കി മെനി ദേവിക്ക് വീഞ്ഞ് കലർത്തി നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നവരെ. ഇത് ഇസ്രായേൽ ജനത്തിൻ്റെ വിഗ്രഹമാണ്. ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്നതാണ് കർത്താവ്. ഈ വചനം നമ്മൾ വായിച്ച് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നവരെല്ലാം ലജ്ജിച്ചു പോകും, ഇവരെല്ലാം ശിക്ഷയ്ക്ക് പാത്രമാകും എന്നുള്ള വാക്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്, ഖാദ് ദേവൻ, ഖാദ് എന്ന് പറയുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 30:11, സംഖ്യാപുസ്തകം 13:11 ഇത്രയും ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഖാദ് ആരെന്ന്. ഈ ഖാദ് എന്ന് പറയുന്നത് ഈ നമ്മുടെ യാക്കോബിൻ്റെ ഒരു മകനാണ് ഖാദ്. അതിൽ കൂടെ വരുന്നതാണ് സംഖ്യാപുസ്തകത്തിൽ നമുക്ക് ഖാദ് എന്ന് പറഞ്ഞ് കാണുവാൻ സാധിക്കും. ഇവരൊക്കെ അന്നത്തെ പ്രഭുക്കന്മാരാണ്. അന്ന് വലിയ എന്ന് വെച്ചാൽ ദേവന്മാരാണ്. നമുക്കറിയാം യാക്കോബിൻ്റെ മക്കൾ 12 ഗോത്രക്കാരാണ്, ഗോത്ര മക്കളാണ്. അപ്പോൾ ഇവരൊക്കെ ദേവന്മാരാണ്. ദേവന്മാരുടെ ഗണത്തിൽ, അതായത് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരാണ് ഇവരൊക്കെ. കർത്താവിൻ്റെ പ്രത്യേകം അരുളപ്പാട് ലഭിച്ചവരാണ് ഈ ഗോത്രപിതാക്കന്മാർ. ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജനം എന്ത് ചെയ്തെന്നറിയാമോ? ഇവരുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് പൂജിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ബിലയാമിൻ്റെ ഉപദേശവും സ്വീകരിച്ചു, വെളിച്ചപ്പാടിൻ്റെ അടുക്കൽ പോകാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ അവർ ജീവിച്ചുകൊണ്ട് നടന്നു. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്തിൽ എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്, നിങ്ങൾ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ. നോക്കി, അതായത് ഇന്ന് പലരും ഒരു യാത്ര പോയാൽ
ഏതെങ്കിലും ഒരു പള്ളിയുടെ മുമ്പിൽ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു വിഗ്രഹത്തെ കണ്ടാൽ അങ്ങ് പോയി തൊടണമെന്നുമില്ല. അവിടെ ദൂരെ നിന്നുകൊണ്ട് അവൻ ഹൃദയത്തിൽ ഇങ്ങനെ ഒന്ന് നോക്കി നമസ്കരിക്കുക, ധ്യാനിക്കുക. അവൻ ശാപഗ്രസ്തനായിത്തീരുകയാണ്. അവിടെ ശാപത്തിനടിമയായി പോവുകയാണ്. അവൻ തിരിച്ചറിയണില്ല അവൻ ചെയ്യുന്നത് തെറ്റാണ്. കർത്താവ് വിലക്കിയതാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ വിഗ്രഹത്തെ നോക്കി നീ നമസ്കരിക്കുക, നോക്കിയിട്ട് നമസ്കരിക്കുക. എത്ര വലിയ തെറ്റാണെന്ന് തിരുവചനത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഇത് ഒരു സ്ഥലങ്ങളിലല്ല. വിഗ്രഹ ആരാധനയെക്കുറിച്ച് ഇവിടെ വ്യക്തമായി എത്രയോ ഭാഗത്ത് ഒരുപാട് സ്ഥലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ്. അപ്പോൾ ഇത് നീ ചെയ്യാതെയും, അത് പഴയ നിയമത്തിലായിക്കോട്ടെ. ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ ജനം ഇന്ന് സഭയിൽ, കത്തോലിക്ക സഭയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മറിയയുടെ പേരെന്ന് പറഞ്ഞുകൊണ്ട് മറിയയുടെ പേരും പറഞ്ഞ് ഒരു വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരുടെ ചില സഭകളിലുണ്ട് അപ്പോസ്തലന്മാരുടെ വിഗ്രഹം. ഇങ്ങനെ വിഗ്രഹങ്ങളെ സ്ഥാപിച്ച് വച്ചിട്ട് അവർ ചിലരൊക്കെ അതിൽ തൊട്ട് ചുംബിക്കുന്നുണ്ട്, തൊട്ട് നമസ്കരിക്കുന്നുണ്ട്. ചിലർ ദൂരെ നിന്ന് നോക്കിയിട്ട് ഇങ്ങനെ ദൈവമേ എന്ന് വിളിക്കുന്നവരുണ്ട്. ദൂരെ നിന്ന് നോക്കി അവർ അവിടെ തന്നെ പാപം ചെയ്യുകയാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്, ശാപത്തിനടിമയായി പോവുകയാണ് അവർ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അവന് നേടിക്കൊടുത്ത ആ ശാപമോചനം അവന് ലഭിക്കാതെ പോവുകയാണ്. അവന് ലഭിക്കാതെ പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അത് നാം തിരിച്ചറിയണം. എപ്പോഴും അത് നാം തിരിച്ചറിയണം. ഇന്ന് പല കുടുംബങ്ങളിൽ ഈ ശാപമാണ് കളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവർക്കൊരു ശാപമോചനമില്ല. ശാപമോചനം എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ ഈ ശാപമോചനമില്ല. പ്രിയമുള്ളവർ, ഇന്ന് പലരും പറയുന്നത് കേൾക്കാൻ സാധിക്കും. എന്തെന്നറിയാമോ? എന്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കണം? വേറെ ജോലിയില്ലയോ? കുറച്ച് നല്ല നീതിപ്രവൃത്തി ചെയ്യുക. നീതിപ്രവൃത്തി ചെയ്ത് പാവങ്ങളെയും സഹായിച്ച് അങ്ങ് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാം, നമുക്ക് ആ ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഒരു മൂഢത്തനം പറഞ്ഞോടെ നടക്കുന്ന ചില ആൾക്കാർ ലോകത്തിൽ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ കൂടെയും പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രവൃത്തി ചെയ്താൽ മതി, ആരെങ്കിലുമൊക്കെ സഹായിച്ച്. അല്ലാതെ ഇരുട്ടവിളിക്ക് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു പ്രയോജനമില്ല എന്ന്. പ്രിയമുള്ളവരെ, ഈ സ്തോത്രം പറഞ്ഞതേ പരിശുദ്ധാത്മാവ് തന്നെയാണ്. എബ്രായ ലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്തോത്രയാഗം അർപ്പിപ്പിൻ, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിപ്പിൻ. ദൈവം ആഗ്രഹിക്കുന്ന ആ യാഗമെന്ന് പറയുന്നത് സ്തോത്രയാഗമാണ്. സ്തോത്രയാഗം അർപ്പിക്കുക. ആ സ്തോത്രയാഗത്തിനെ പരിഹസിക്കുന്നവരെ, ആ സ്തോത്രയാഗത്തിനെ നിന്ദിക്കുന്നവരെ, പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനമാണത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്പെട്ട യാഗമാണത് സ്തോത്രയാഗം. അല്ലാതെ നീ വിചാരിക്കും സ്തോത്രം എന്ന് പറയുന്നതിനേക്കാൾ കുറേ പേരെ സഹായിച്ച് കുറേ പാവങ്ങൾക്ക് തിന്നാൻ കൊടുത്ത് അങ്ങനെ ജീവിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന്. ഒരിക്കലും രക്ഷപ്പെടില്ല. തിരുവചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. സ്തോത്രം. അത് ചെയ്യുന്നവൻ, ആ പ്രവൃത്തി ചെയ്യുന്നവൻ, അവന് ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയേക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ നിന്നുള്ള ഒരു മോചനം, പാവമോചനമോ ഇല്ല എങ്കിൽ സ്വർഗരാജ്യം സ്വന്തമാക്കാനോ അതുകൊണ്ട് അവന് സാധിക്കുകയില്ല. സ്തോത്രം. ഇനി ആ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഇവിടെ നമ്മൾ കണ്ടു ഇസ്രായേൽ ജനത്തിൻ്റെ വിഗ്രഹത്തെക്കുറിച്ച്. നമുക്കറിയാം, പല പല വിഗ്രഹങ്ങളാണ് ഇസ്രായേൽ ജനം ഉണ്ടാക്കി വെച്ചിരുന്നത്. ഒന്ന് ഈ ദേവന്മാർ, അടുത്ത് ഇസ്രായേൽ ജനം ഉണ്ടാക്കി കാളാക്കുട്ടി, അടുത്ത് അത് നമുക്ക് കാണാൻ സാധിക്കും. കാളാക്കുട്ടിയെ ഉണ്ടാക്കിയത് പുറപ്പാട് പുസ്തകം 32:4 നോക്കുക. അവിടെ ഒരു കാളാക്കുട്ടിയെ അവർ ഉണ്ടാക്കി. അതും ഇസ്രായേൽ ജനത്തിൻ്റെ വിഗ്രഹം തന്നെ. അടുത്ത് സർപ്പം മോശയിൽ കൂടെ
താമ്രസർപ്പത്തെ ഉണ്ടാക്കി വെച്ചു. അതിനെ ഇസ്രായേൽ ജനം ആരാധിച്ചുകൊണ്ട് നടന്നു. 2 രാജാക്കന്മാർ 18:4 എടുത്ത് നോക്കുക, അവിടെ കാണാൻ സാധിക്കും. ആരാധിച്ചുകൊണ്ട് നടന്നു. അതോടുകൂടെ അവർക്ക് ശാപം പിടിച്ചു. കർത്താവ് ഇവിടെ അന്നേരം ആ പാമ്പ് കടിച്ചാൽ രക്ഷപ്പെടാൻ വേണ്ടി അവർക്കൊരു മാർഗം കാണിച്ചു. എന്നാൽ ഇവർ എന്ത് ചെയ്തു? കർത്താവ് അത് പറഞ്ഞിട്ട് അങ്ങ് വിട്ടു. എന്നാൽ ഇവർ അതിനെ ചുമന്ന് അതിനെ ധൂപം കാണിച്ച് അതിനെ ആരാധിക്കാൻ തുടങ്ങി. അതോടുകൂടെ അവർക്ക് ശാപം പിടിച്ചു. അതിൽ നിന്നൊരു മോചനമില്ലാതെയായി. ന്യായപ്രമാണം മറന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് നടന്നു. അവർ ശാപഗ്രസ്തരായി തീർന്നു. ശിക്ഷിക്കപ്പെട്ടു. ഒരുപാട് പീഡനത്തിനടിമയായി. അവർക്ക് ഒരു രക്ഷയുമില്ലാതെയായി. അവസാനം ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജാവ് അവിടെ വന്ന് ന്യായപ്രമാണമൊക്കെ എടുത്ത് വായിച്ച് എന്ത് തെറ്റാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ആ ന്യായപ്രമാണമൊക്കെ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വിഗ്രഹമാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ എല്ലാം എടുത്ത് അടിച്ചു ഉടച്ച് കൊണ്ട് ഗിദോൻ തോട്ടിലേക്ക് കളഞ്ഞു. 2 ദിനവൃത്താന്തം 29:15-16 എടുത്ത് വായിച്ചു നോക്കുക. എല്ലാം അടിച്ചുടച്ച് കൊണ്ടങ്ങ് തോട്ടിൽ കളഞ്ഞു, എല്ലാം എറിഞ്ഞു കളഞ്ഞു. അതോടുകൂടെ അവർക്ക് ആ ശാപം നീങ്ങിയെന്ന് പറഞ്ഞ് അവിടെ കാണുവാൻ സാധിക്കും. അവർ ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തിന് പാത്രമാവുകയാണ്. അവിടെ അവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതായി തീരുന്നു. അതവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർ അവിടെ ആരാധിച്ചിരുന്നത് ദൈവത്തെയും ആരാധിച്ചു, ദേവന്മാരെ ആരാധിച്ചു. അതായത് ഈ ദേവന്മാർ, ദേവനും ദേവി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച ഓരോരുത്തരെയും ദേവനും ദേവിയുമെന്ന് കർത്താവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് തന്നെയാണ് അന്നത്തെ പിതാക്കന്മാർ. ആ പിതാക്കന്മാർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെ ദേവന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു വെച്ച് അതിനെ ആരാധിക്കാനും പൂജിക്കാനും തുടങ്ങി ഇസ്രായേൽ ജനം. അങ്ങനെ ഇവർ ശാപഗ്രസ്തനായി തീർന്നു. അതേ പ്രവൃത്തി തന്നെ പ്രിയമുള്ളവരെ ഈ അവസാന ഭാഗങ്ങളിലും നമുക്കിത് കാണുവാൻ സാധിക്കും. 2 രാജാക്കന്മാർ 17:33 എടുത്ത് വായിച്ചു നോക്കുക. രണ്ടും ഇവർ സേവിച്ചുകൊണ്ട് നടന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 97:7 എടുത്ത് വായിച്ചു നോക്കുക. ഇവിടെയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സങ്കീർത്തനം 97 ഇതാ അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. സ്തോത്രം. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. കണ്ടോ? വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുന്നവൻ അവനൊക്കെ ലജ്ജിച്ചു പോകും. അവൻ ശാപഗ്രസ്തനായി തീരുമെന്നാണ് പറയുന്നത് തിരുവചനങ്ങളിൽ. അവൻ ശപിക്കപ്പെട്ടവനായി തീരുകയാണ്. അതുകൊണ്ടാണ് ഹിസ്കിയാവ് ഈ താമ്രസർപ്പത്തെയെല്ലാം ഉടച്ചു കളഞ്ഞ് അങ്ങ് ഗിദോൻ തോട്ടിൽ കൊണ്ട് കളഞ്ഞത്. ഇസ്രായേലിൻ്റെ വിഗ്രഹമാണത് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ദേവി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഈ ദേവിമാർ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അരുളപ്പാട് ലഭിച്ചവരാണ്. അവരെയാണ് ദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറെ ആരെയുമല്ല. അല്ലാതെ ദേവി എന്ന് പറഞ്ഞ് വേറെ ഒരാരും ഇവിടെ പൊട്ടി മുളച്ചൊന്നും വന്നില്ല ലോകത്ത്. ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഉള്ള ഒരു ദേവനാണ് ഈ അപ്പോസ്തലന്മാർ. ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ആ വിശുദ്ധന്മാർ, ഇതൊക്കെ ദേവന്മാരാണ് ക്രിസ്ത്യാനികളുടെ. അതുപോലെ അവരെയല്ലേ വിളിച്ച് സഹായത്തിന് വിളിക്കുന്നത്. അതുകൊണ്ട് അവരെ ദേവന്മാരാണ്. ദേവനായതുകൊണ്ടാണ് അവരെ വിളിക്കുന്നത്. അത് ദേവിയായതുകൊണ്ടാണ് മറിയയെ വിളിക്കുന്നത്. അതൊരു ദേവിയാണ്. ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ഒരു വ്യക്തിയാണത്. അതുപോലെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് രൂപമുണ്ടാക്കി വെച്ച് മൂർത്തിയെ ബിംബത്തെ തൊടുന്നതും അതിനെ ചുംബിക്കുന്നതും അതിനെ നോക്കിയാൽ നമസ്കരിക്കുന്നതും ഏറ്റവും വലിയ പാവമാണ്. കർത്താവ് വിലക്കിയിട്ടുള്ള കാര്യം. ഇതൊക്കെ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ കാണിക്കുന്ന അന്ധവിശ്വാസവും അത് മുഖാന്തരം അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ശാപവുമാണ്. അവൻ തിരിച്ചറിയണില്ല. കർത്താവിൻ്റെ സഭ ഏതാണ്? കർത്താവ് സഭ സ്ഥാപിച്ചപ്പോൾ അവിടെ ഒരു വിഗ്രഹവുമില്ല കർത്താവിൻ്റെ സഭയിൽ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അപ്പോസ്തലന്മാർ കൂടിയിരുന്നു. മറിയയും യേശുവിൻ്റെ സഹോദരങ്ങളും എല്ലാം കൂടിയിരുന്നു. നമ്മൾ പല പ്രാവശ്യം ഈ തിരുവചനത്തിൽ കേട്ടിട്ടുള്ളതുമാണ്. അവിടെയെല്ലാം വലിയ അത്ഭുതം നടന്നു. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടായി. അവിടെ വിഗ്രഹം ഇല്ല, സഭയിൽ വിഗ്രഹം ഇല്ല. ഞാൻ കഴിഞ്ഞ ഭാഗത്ത്
ഈ പുരോഹിതന്മാർ മാനസാന്തരപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച്, പുരോഹിതന്മാർ കത്തോലിക്ക ഉപേക്ഷിച്ചു എന്നുള്ള ഒരു ഭാഗത്തിൽ കൂടെ ഞാൻ വ്യക്തമായി അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്നിട്ട് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം, നിങ്ങളെടുത്ത് നോക്കുക. എത്രമാത്രം അന്ന് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതും പുരോഹിതന്മാർ പ്രവർത്തിച്ചതും ഒക്കെ വ്യക്തമായത് കാണുവാൻ സാധിക്കും. ഈ പുരോഹിതന്മാരാണ് മത്തായി സുവിശേഷത്തിൽ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നു വ്യക്തമായി. കൈക്കൂലി കൊടുത്തതും ജനങ്ങളെ തിരിപ്പിച്ചതും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസ് വരെ ഈ ലേഖനങ്ങളിൽ വ്യക്തമായതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഓരോരുത്തരും മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം ഓരോരുത്തരും മനസ്സിലാക്കുക, നാം ശാപഗ്രസ്തരായി തീരാതിരിക്കേണ്ടതിന് നമ്മൾ ചെയ്ത പാവവും നമ്മളെ പിതാക്കന്മാർ ചെയ്ത പാവവും നമ്മളെ തലയ്ക്കും നമ്മളെ പിൻഗാമികളായ മക്കളിലേക്കും വരാതിരിക്കണമെങ്കിൽ നാം കർത്താവ് പറഞ്ഞ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. ഇത് കുറേ ഉണ്ട് ഭാഗങ്ങൾ. ഞാൻ നിങ്ങൾക്കത് നിങ്ങൾക്കത് പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇന്ന് പലരും പറയുന്നല്ലോ, നീതി പ്രവർത്തിച്ച് ജീവിച്ചാൽ മതിയെന്ന്. ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ 3:10, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3:10. സ്തോത്രം. എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൽ കീഴിലാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ്റെ കീഴിലാണ്. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായി ഇരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി. സ്തോത്രം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി, ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി വെറും നീതിപ്രവൃത്തി ചെയ്ത് ജീവിച്ച് നമ്മൾ രക്ഷ പ്രാപിക്കാം, കുടുംബശാപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ചിന്തിക്കുന്നുവെങ്കിൽ തിരുവചനം എടുത്ത് വായിച്ചു നോക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്നു, അവൻ ശാപത്തിൻ്റെ കീഴിലാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസത്തിലല്ലാതെ ഒരു മനുഷ്യനും രക്ഷയില്ല. ഈ ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, സഭയെ എങ്ങനെ ഉറപ്പിക്കണം, സഭയ്ക്ക് ഏത് ഉപദേശം കൊടുക്കണം എന്നെല്ലാം വ്യക്തമായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് പൗലോസിനെ സഭയുടെ ഉപദേഷ്ടാവായി നിയമിക്കുന്നത്. ആരുടെ അപ്പോസ്തലന്മാരുടെ ഉപദേശമൊന്നും കേട്ടില്ല. കർത്താവ് നിയമിച്ച 12 അപ്പോസ്തലന്മാരുടെ ഉപദേശമൊന്നും കേട്ടില്ല. പത്രോസിനെ വരെ അപ്പോസ്തലനായ പൗലോസ് ശാസിക്കുകയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാമത്തെ വാക്യം നോക്കുക. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയിർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാവങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആരാണ്? വ്യക്തമായ യേശു ക്രിസ്തുവിനാലും മനുഷ്യനാലല്ല,
പരിശുദ്ധാത്മാവിനാൽ കർത്താവായ യേശു ക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ടവനാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസ് ഈ പത്രോസിനെ വരെ ശാസിക്കുന്നു. എല്ലാവരും പറയുന്നുണ്ട് പത്രോസിൻ്റെ മേലാണ് സഭയെ അങ്ങ് നിർത്തിയെന്ന്. പാറമേൽ, പാറ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മേലാണ് നിൽക്കുന്നത് സഭ. ഈ പത്രോസ് പോലും, ഈ അപ്പോസ്തലന്മാർ പോലും ഭയന്നിട്ട് പിന്മാറി നിന്നു. ഭയന്നിട്ട് അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ തന്നെ 2:11 എന്നാൽ കേഫാവു അന്തോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്നു. യാക്കോബിൻ്റെ അടുക്കൽ നിന്ന് ചിലർ വരും മുമ്പേ അവൻ ജാതികളോടുകൂടെ തിന്നുപോന്നു. അവൻ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോവാനിട വന്നു. അവർ സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കേ കേഫാവിനോട്, ഈ കേഫാവ് എന്ന് പറയുന്നത് പത്രോസാണ്, കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നു എങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? സ്തോത്രം. നാം സ്വഭാവത്താൽ ജാതികളിൽ നിന്നുള്ള പാപികളല്ല, യഹൂദന്മാരത്രേ. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ. സ്തോത്രം. കണ്ടോ പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പത്രോസിനെ പോലും ശാസിച്ചുകൊണ്ടാണ്, നീ ഒരു യഹൂദനാണ്, നീ യഹൂദ മര്യാദ പ്രകാരം നടക്കാതെ ജാതികളെപ്പോലെ നീ നടക്കുന്നുവെങ്കിൽ നീ മറ്റുള്ളവരെ ജാതികളിലെ എങ്ങനെ യഹൂദ മര്യാദ പ്രകാരം നടക്കാൻ നീ ഉപദേശിക്കും? ഒരു ക്രിസ്ത്യാനിയായ നീ ക്രിസ്ത്യാനിയെ പോലെ അല്ല, ജാതികളെപ്പോലെ, ഹിന്ദുക്കളെപ്പോലെ, മറ്റുള്ളവരെ പോലെ നീ നടക്കുന്നുവെങ്കിൽ നീ എങ്ങനെയാണ് ഉപദേശിക്കുന്നത് അവനെ ക്രിസ്ത്യാനിയായി ആയിട്ട് ജീവിക്കുവാൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പത്രോസിനോട് പറയുന്ന കാര്യം. ഇത് കേഫാവിനോട്. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവൃത്തി കൊണ്ട് ഒരു ജഡവും ഈ ഭൂമിയിൽ നീതീകരിക്കപ്പെടില്ല. പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഒരുപാട് ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റോമാലേഖനം 4:1 മുതൽ 8 വരെ എടുത്ത് വായിച്ചു നോക്കുക. ആബ്രഹാം പിതാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആബ്രഹാം പിതാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അവിടെ അങ്ങനെയാണെങ്കിൽ ആബ്രഹാം പിതാവിനെ പ്രശംസിക്കാനുണ്ട്. എന്നാൽ ആബ്രഹാം പിതാവ് പ്രവൃത്തി കൊണ്ടല്ല നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്തിലാണ്. അതുകൊണ്ടാണ് എല്ലാവരും ആബ്രഹാം പിതാവിനെ വിശ്വാസത്തിൻ്റെ പിതാവെന്ന് പറഞ്ഞിരിക്കുന്നത്. തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പിതാവ്. കർത്താവായ യേശു ക്രിസ്തു പോലും പറഞ്ഞു, ദരിദ്രൻ മരിച്ചപ്പോൾ ആബ്രഹാം പിതാവിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയെന്ന്. ആബ്രഹാമിൻ്റെയും ഈസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ ദൈവമാണ്. എന്തുകൊണ്ട് പറഞ്ഞു? അവർ വിഗ്രഹങ്ങളെ വിട്ടു, അവർ ജാതികളുടെ മര്യാദയെ വിട്ടു, കർത്താവ് പറഞ്ഞ വഴിയിൽ തിരിഞ്ഞു, കർത്താവ് പറഞ്ഞതുപോലെ കേട്ടു, കർത്താവ് പറഞ്ഞതുപോലെ വിശ്വസിച്ച് കർത്താവിൽ കൂടെ ആശ്രയിച്ച് പ്രാർത്ഥന വീരരായും കർത്താവ് പറഞ്ഞ യാഗവീരരായും കർത്താവിൻ്റെ വഴിയിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആബ്രഹാമിൻ്റെയും ഈസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, വിശ്വാസത്തിൻ്റെ പിതാവെന്നാണ് ആബ്രഹാം പിതാവിനെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പിതാവ്. വിശ്വാസത്തിൽ കൂടെയാണ് ഒരു വ്യക്തി ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുക. ഏതൊരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവൻ മാത്രമേ ഈ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടൂ. അല്ലാതെ വിശ്വസിക്കാത്തവർക്കൊന്നും ഈ ശാപമോചനമില്ല. ഓരോരുത്തൻ അവൻ്റെ അപ്പനോ അമ്മയോ ചെയ്ത പാപത്തിൽ നിന്ന് മോചനം വേണമോ? അവൻ ചെയ്ത പാപം, നീ ചെയ്ത പാപത്തിൽ നിന്ന് മോചനം വേണമോ? നിൻ്റെ തലമുറ അനുഭവിക്കാതിരിക്കണമോ? ഈ കുടുംബത്തിൽ നീ ചെയ്ത പാപം നിൻ്റെ കുടുംബത്തിൽ തലമുറകൾ, അതായത് പിതാക്കന്മാർ ചെയ്ത അകൃത്യവും നിൽക്കുന്നുവോ? അതിൽ നിന്ന് മോചനം വേണമോ?
കർത്താവായി യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ മാത്രം. അല്ലാതെ ഈ ജാതികളുടെ മര്യാദ പ്രകാരം ജാതികളെ പോലെ ഈ സഭയിലേക്ക് കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ നീ സേവിക്കുന്നുവെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് അതിനെ നമസ്കരിച്ചാൽ പോലും ശാപഗ്രസ്തനായി തീരുകയാണ്. വിഗ്രഹം ഇസ്രായേലിൻ്റെ വിഗ്രഹം. ഇന്ന് സഭയിൽ വന്നിരിക്കുന്ന ഇസ്രായേലിൻ്റെ വിഗ്രഹം ഏതൊക്കെയാണെന്നറിയാമോ? അന്നുണ്ടായിരുന്നു അപ്പോസ്തലന്മാർ, അവരുടെ പ്രവാചകന്മാർ, പിതാക്കന്മാർ, കർത്താവിൻ്റെ അരുളപ്പാട് ലഭിച്ച് വിശുദ്ധിയോടെ ജീവിച്ചവരാണ് ദേവൻ ദേവിമാർ. ഇന്ന് വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒരു യേശുക്രിസ്തുവിൻ്റെ രൂപവും അപ്പോസ്തലന്മാരുടെ രൂപവും മറിയയുടെ രൂപവും. നീ വിഗ്രഹങ്ങളെ സേവിക്കുമ്പോൾ നീ ശാപഗ്രസ്തമായി തീരുകയാണ്. പ്രിയമുള്ള സഹോദര സഹോദരി, നീ മനസ്സിലാക്കണം, നീ ശാപമായി തീരുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് നീ ഈ വിഗ്രഹത്തിനെ സേവിച്ചുകൊണ്ട് നടക്കുമ്പോൾ നീ ശാപത്തിൽ നിന്ന് ഒരു നാളും മോചനം പ്രാപിച്ചിട്ടില്ല. ഏതൊരു വ്യക്തി ഈ പ്രവൃത്തിയിലേക്ക് നീങ്ങുന്നുവോ അവൻ ശപിക്കപ്പെട്ടവനായി തീരുകയാണ്. ക്രിസ്ത്യാനിയെ ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഗലാത്യ ലേഖനമെടുത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾ ശപിക്കപ്പെട്ടവരായി തീരുകയാണ് വിഗ്രഹാരാധനയിൽ കൂടെ. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി മാത്രം ചെയ്ത് നീ ജീവിക്കാമെന്ന് ചിന്തിക്കുന്നതായിരിക്കും. ഒരിക്കലും നീ രക്ഷപ്പെടുകയില്ല. ഈ ശാപത്തിൻ്റെ അടിമയാണ് നീ. ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പാപമോചനം നേടുവാൻ നിന്നെ തന്നെ സമർപ്പിക്കുക. സ്തോത്രം. ഇനി ഇതാ നമുക്ക് തിരിച്ച് ആ എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് പോകാം. ഇവിടെ ഒരുപാട് ഭാഗങ്ങൾ ഈ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? കർത്താവായ യേശു ക്രിസ്തുവിൽ ചേർന്ന്, അതായത് യേശു ക്രിസ്തു ഒരു സുവിശേഷത്തിൽ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 12:30, എന്നോടുകൂടെ ചേർക്കാത്തവനെ ചിതറിച്ച് കളയും. അതുകൊണ്ട് വിശ്വസിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് കർത്താവിൻ്റെ സഭയോട് ചേർന്ന് ഏതൊരു വ്യക്തി നിൽക്കുന്നുവോ അവൻ ഈ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കും. വിശ്വസിച്ച് സ്നാനമേറ്റ് നിൽക്കുന്നവൻ, അതാണ് കർത്താവ് പറഞ്ഞത്. ഈ മാർക്ക് സുവിശേഷം അവസാനത്തിലും ഈ മത്തായി സുവിശേഷം അവസാനത്തിലും വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ മാത്രം, അവനും അവൻ്റെ കുടുംബവും എന്ന്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. കുടുംബം രക്ഷപ്പെടും. കുടുംബത്തിലുള്ള ശാപം നീങ്ങും. എൻ്റെ അപ്പനും അമ്മയും ചെയ്തിട്ടുള്ള ദ്രോഹം എന്തൊക്കെ നീ അറിഞ്ഞില്ലല്ലോ. എല്ലാവർക്കും അപ്പനും അമ്മയും നല്ലവരാണ്. എനിക്കും നല്ലവരാണ് അവർ. എന്ത് തെറ്റ് ചെയ്തു, എങ്ങനെയൊക്കെ ഈ ലോകത്തിൽ ജീവിച്ചു നമുക്കറിയില്ല അവർ എങ്ങനെയൊക്കെ ജീവിച്ചുവെന്ന്. നമ്മൾ ജീവിച്ച രീതിയും നമ്മളെ മക്കൾക്കറിയില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ തിരുവചനത്തിൽ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ മക്കളെ രക്ഷിക്കണമോ, നമ്മളെ കുടുംബത്തെ രക്ഷിക്കണമോ, കുടുംബത്തെ ശാപത്തിൽ നിന്ന് വിടുവിക്കണമോ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് സഭയിൽ നിൽക്കുക. ഇതാ കർത്താവ് നമ്മളെ സകല പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്നു. അതാണ് അപ്പോസ്തലനായ പൗലോസ് ആ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നു. യേശുക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ടാണ് ശാപത്തിൽ കടന്ന മനുഷ്യനെ വിടുവിച്ചിരിക്കുന്നത്. ഗലാത്യ ലേഖനം 3:10 നമുക്ക് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 10-11 താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 12-ാമത്തെ വാക്യത്തിൽ, മരത്തിൽ തൂക്കപ്പെടുന്നവൻ എല്ലാവരും ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെ ശപിക്കപ്പെട്ട ഒരു ശിക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തത്. സകല മനുഷ്യർക്കും വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ അടിമപ്പെട്ട് കിടന്ന അടിമജനത്തെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ടാണ് ജനത്തെ വിടുവിച്ചിരിക്കുന്നത്. ആ ജനത്തെ വിടുവിച്ച കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു നിയമം വച്ചിട്ടുണ്ട്. ആ നിയമം പാലിച്ചേ മതിയാവൂ. അത് ചെയ്യാതെ നമുക്ക് ദൈവസന്നിധിയിൽ
ഈ മോചനം ലഭിക്കുകയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മാർക്ക് സുവിശേഷം അവസാന ഭാഗം, മത്തായി സുവിശേഷം അവസാന ഭാഗം ഇവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് നീതി പ്രവൃത്തി ചെയ്ത് അങ്ങ് ജീവിക്കാം, തോന്നിയവാസം ജീവിക്കാം, മാനസാന്തരം വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി മുട്ടുമടക്കുകയും ഇസ്രായേലിൻ്റെ വിഗ്രഹമെന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്രായേലിൻ്റെ വിഗ്രഹം, അതാണ് നാം ഈ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പിതാക്കന്മാർ, ദേവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന, ദേവിമാർ എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ അരുളപ്പാട് ലഭിച്ചവർ, അവരാണ് ഇസ്രായേലിൻ്റെ ദേവന്മാർ. അല്ലാതെ പുറജാതികൾ കൊണ്ടു നടന്നത് ഈ ഭൂമിയിലുള്ള ഭരിച്ചിരുന്ന പ്രഭുക്കന്മാർ, അവരെയാണ് ദേവന്മാരായിട്ട് അവർ ഭജിച്ചുകൊണ്ട് നടക്കുന്നത്, ആരാധിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ദേവന്മാർ ഇവരാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ദേവന്മാർ ഇവരാണ്. ആര്? കർത്താവിൻ്റെ അരുളപ്പാട് ലഭിച്ചവർ. അവരാണ് ദേവിമാർ. ഇവരെയെല്ലാം ഇന്ന് സഭയിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് സേവിച്ചുകൊണ്ട് അടക്കിയ, ചുംബിച്ചുകൊണ്ട് അടക്കിയ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രൂപമെന്ന് പറഞ്ഞ് സഭയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. മറിയയുടെ രൂപമെന്ന് പറഞ്ഞ് സഭയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ രൂപമെന്ന് പറഞ്ഞ് സഭയിൽ കൊണ്ടുവച്ചിരിക്കുന്നു. അവരെ നോക്കി, ആ വിഗ്രഹത്തെ നോക്കി ചുംബിക്കുന്നു, ആ വിഗ്രഹത്തെ തൊഴുത് നമസ്കരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് അവൻ വീണ്ടും ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ തന്ന ആ ജയത്തെ, ആ ജീവനെ, ആ സന്തോഷത്തെ, ആ സമാധാനത്തെ, ആ സൗഖ്യത്തെ പ്രാപിക്കുവാൻ കഴിയാതെ ഇന്നും അതേ ശാപത്തിൽ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ കുടുങ്ങിക്കൊണ്ട് കിടക്കുന്ന ഒരു കൂട്ടം ക്രിസ്ത്യാനികളോടാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ തിരുവചനം. നീ വിചാരിക്കും, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി എന്താ? കുറച്ച് പാവങ്ങളെ സഹായിക്കുക, കുറച്ച് പേരെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് ജീവിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആബ്രഹാം പിതാവിനെ ഉപമിച്ചുകൊണ്ട്. ആബ്രഹാം പിതാവ് ഇന്ന് വിശ്വാസികളുടെ പിതാവ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും, അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നു. ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൽ 29-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ കൂടെ എല്ലാവരും ആബ്രഹാമിൻ്റെ സന്തതികൾ. കർത്താവായ യേശു ക്രിസ്തു പോലും സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു, ദരിദ്രൻ മരിച്ചപ്പോൾ ആബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി എന്ന്. വിശ്വാസത്തിൻ്റെ പിതാവാണ് ആബ്രഹാം പിതാവ്, വിശ്വാസികളുടെ പിതാവ്. റോമലേഖനം 4 എടുത്ത് വായിച്ചു നോക്കുക. ആ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. റോമ 4:13 അതിലെന്ത് പറയുന്നതെന്നറിയാമോ? 4:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നു. പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടണമെങ്കിൽ ആബ്രഹാം പിതാവിന് പ്രശംസിക്കാൻ വകയുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ആബ്രഹാം പിതാവ് നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്തിലാണ്. കർത്താവിലുള്ള വിശ്വാസത്തിലാണ് ആബ്രഹാം പിതാവ് ഇന്ന് വിശ്വാസത്തിൻ്റെ പിതാവായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് പോയി ഇന്ന് 2000 വർഷം കഴിഞ്ഞു. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇന്ന് ഈ ജനം അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള പേട്ടുമനുഷ്യന്മാർ ഇന്നും ഈ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ജനങ്ങളെ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഏറ്റവും വെറുത്ത് ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ് വിഗ്രഹാരാധന. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് നമസ്കരിക്കുക. ഇസ്രായേലിൻ്റെ വിഗ്രഹമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് സഭകളിൽ വച്ചിരിക്കുന്ന ഈ വിഗ്രഹത്തിനെ നോക്കി നീ നമസ്കരിക്കുമ്പോൾ തന്നെ ശാപമായി തീരുകയാണ്. ശപിക്കപ്പെട്ടവനായി നമ്മളെ കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു. അവൻ ന്യായപ്രമാണത്തിൽ ഉൾപ്പെട്ടവനായാണ് യേശു ക്രിസ്തു ജനിച്ചത്.
ന്യായപ്രമാണത്തിലാണ് ജനിച്ചത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് പരിച്ഛേദന ചെയ്യിച്ചത്, ആ ക്രൂപ്രാവിനെ എല്ലാം കൊണ്ട് ബലിയർപ്പിച്ചത്. ഇതൊക്കെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇന്ന് ഈ പരിച്ഛേദനയൊന്നുമില്ല. അതെല്ലാം അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഗലാത്യ ലേഖനത്തിൽ പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറയുന്ന ഒരു ഭാഗം അവിടെ കാണുവാൻ സാധിക്കും. അവിടെ താഴോട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പരിച്ഛേദനയെക്കുറിച്ച്. ഇതൊന്നുമില്ല. ഹൃദയത്തിൻ്റെ പരിച്ഛേദന, മാനസാന്തരമാണ് ഇവിടെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ അപ്പോസ്തലനായ പൗലോസിനെ കർത്താവ് ഇത്രമാത്രം എടുത്ത് ഉപയോഗിച്ച് ജനങ്ങളെ ഉപദേശിച്ചിരിക്കുന്നുവെങ്കിൽ ഈ ഉപദേശം നാം സ്വീകരിക്കേണ്ടതാണ്. കർത്താവ് പ്രത്യേകം വെളിപ്പെടുത്തി അപ്പോസ്തലനായ പൗലോസിനെ ഈ വേലയ്ക്ക് ഏർപ്പെടുത്തിയെങ്കിൽ അത് ജനങ്ങളുടെ നന്മയ്ക്കായിട്ടാണ്. ജനങ്ങൾ അത് തിരിച്ചറിയണം, ജനം അത് മനസ്സിലാക്കണം. പ്രവൃത്തി വേണം. അത് എങ്ങനെ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് നാം ഈ കാര്യങ്ങളെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രസാദം നമുക്കുണ്ടാകും, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടും. ദൈവത്തിൽ നിന്ന് നമുക്ക് വലിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ സാധിക്കും. അല്ലാതെ വെറും പ്രവൃത്തി കൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ആരും രക്ഷപ്പെടുകയില്ല. വിശ്വാസത്തിലാണ് ആബ്രഹാമിൻ്റെ സന്തതികൾ, വിശ്വാസത്തിലാണ് ആബ്രഹാമിൻ്റെ മക്കൾ. ഗലാത്യ ലേഖനം നമുക്ക് അതിനെ പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തമായി അത് പഠിപ്പിക്കുകയാണ്. ആബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഗലാത്യ ലേഖനം 3:6 എടുത്ത് വായിച്ചു നോക്കുക. ആബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ ആബ്രഹാമിൻ്റെ മക്കളെന്ന് അറിവിൻ. വിശ്വാസികൾ അത്രേ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളത്രേ ആബ്രഹാമിൻ്റെ മക്കൾ. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെയാണ് നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ക്രിസ്തുവിനോടുകൂടെ ചേരുവാനുള്ള സ്നാനമേറ്റില്ലയോ, ആ വ്യക്തി ആദ്യം ചെയ്യേണ്ടത് വിശ്വസിച്ചുകൊണ്ട്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് സ്നാനമേൽക്കുക, ഏറ്റ് ക്രിസ്തുവിനോടുകൂടെ ചേരുക, ക്രിസ്തുവിൻ്റെ സഭയിൽ നിൽക്കുക. വിഗ്രഹങ്ങൾ വച്ചിരിക്കുന്ന യാതൊരു സ്ഥലത്തിലേക്കും നിങ്ങൾ പോകരുത്, ശാപഗ്രസ്തരായി തീരരുത്. നാം എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു. മൂന്ന് തലമുറയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു തലമുറ നീതിമാനായിരുന്നു, അവരെ തന്നെ രക്ഷിച്ചു. അവരുടെ മക്കൾ ദുഷ്ടത പ്രവർത്തിച്ചു, ആ ദുഷ്ടതയിൽ അവർ മരിക്കുകയാണ്. എന്നാൽ അവരുടെ മക്കൾ വീണ്ടും തൻ്റെ അപ്പൻ ചെയ്ത തെറ്റുകൾ തിരുത്തി അവർ നീതി പ്രവർത്തിച്ച് കർത്താവിൽ വിശ്വസിച്ച് ഈ വിഗ്രഹങ്ങളെയെല്ലാം വിട്ടൊഴിഞ്ഞ് ജീവിച്ച് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോൾ അവർ ജീവിക്കുകയാണ്. വീണ്ടും ഈ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയാണ്. അപ്പൻ്റെ ഈ പൂർവികന്മാർ ചെയ്തിട്ടുള്ള പാപങ്ങളോ ശാപങ്ങളോ ഈ വ്യക്തികൾക്ക് വരുന്നില്ല. അതിനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിനോടുകൂടെ ചേർന്നാലേ നമുക്കിതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ സാധിക്കൂ. വിശ്വസിക്കാത്തവർക്കല്ല പ്രിയമുള്ളവരെ ഈ ക്രിസ്തു എന്ന ഏകരക്ഷകൻ നമുക്കായിരിക്കുന്നത്. സകല മനുഷ്യർക്കും വേണ്ടിയാണ് കർത്താവ് കാൽവരി കുരിശിൽ യാഗമായി തീർന്നത്. എന്നാൽ അത് വിശ്വാസത്തിൽ പ്രാപിക്കണം. വിശ്വാസത്തിൽ, അല്ലാതെ കുറച്ച് നീതി പ്രവൃത്തി ചെയ്തുകൊണ്ട് നമുക്ക് എന്തിന് ഈ സ്വോത്രമെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനിയെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ, ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഈ പരിഹാസവാക്ക് ഇന്ന് വെച്ച് മതിയാക്കിക്കോ. പരിശുദ്ധാത്മാവാണ് എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായി അത് പറഞ്ഞു തരുന്നത്. സ്തോത്രയാഗം അർപ്പിക്കുക. സ്തോത്രയാഗം കർത്താവ് ആഗ്രഹിക്കുന്ന യാഗം, സ്തോത്രയാഗം. ആ യാഗം അർപ്പിക്കുക എന്ന് എബ്രായ ലേഖനത്തിൽ പരിശുദ്ധാത്മാവാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നീ സ്വോത്രം എന്ന് പറഞ്ഞ് പരിഹസിക്കരുതേ. പരിശുദ്ധാത്മാവിനെ നീ നിന്ദിക്കരുതേ. അത് നിനക്ക് ശാപമായി തീരരുത്. സ്തോത്രം.
എടുത്ത് വായിച്ചു നോക്കുക. വീണ്ടും ഞാനിതാ നിനക്ക് ആ ലേഖനത്തിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായം ഇതാ 14. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ള അത്രേ നാം അന്വേഷിച്ചത്. അതുകൊണ്ട് മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പരിഹസിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ അത് നിർത്തിക്കോ. ഇന്ന് തന്നെ. സ്തോത്രം. പരിശുദ്ധാത്മാവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് സ്തോത്രയാഗം അർപ്പിക്കുക എന്ന്. അതുകൊണ്ട് ഇന്ന് പലരും പരിഹസിക്കുന്നതാണ്. സ്തോത്രം എന്ന് പറഞ്ഞ് ചെയ്യാതെ കുറേ നീതിപ്രവൃത്തികൾ ചെയ്താൽ മതി. കാണുന്നിടത്തെല്ലാം മുട്ടുമടക്കിക്കൊണ്ട് നീ ഇന്നും ശാപത്തിനടിമയാണെന്നുള്ളത് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും നീ ശാപത്തിനടിമയാണ്. ശാപത്തിനടിമയാണ്. അതിൽ നിന്ന് വിടുവിക്കാൻ നീ ഈ വിഗ്രഹാരാധനയെല്ലാം വിട്ട് ഓടിക്കോ. ഈ ആഭിചാരം വിട്ട് ഓടിക്കോ. ദേവിമാരെ ഭജിക്കുന്നത് വിട്ട് ഓടിക്കോ. മറിയ ഇന്ന് നീ ഭജിക്കുന്നത് ദേവിയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരെ ദേവിയെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ ഇന്ന് ഭജിക്കുന്നത് ദേവിയാണത്. ഈ ദേവിമാരെയും ദേവന്മാരെയും ഭജിക്കാനല്ല ഇവിടെ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. കർത്താവിനെ നോക്കാനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൽ 14-ാമത്തെ വാക്യം എടുത്ത് വായിച്ചു നോക്കുക. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവിനെ ഉയർത്തണമെന്ന്, മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. എന്തിനാണ് മോശെ സർപ്പത്തെ ഉയർത്തിയത്? ഈ വിഗ്രഹാരാധനയ്ക്കും ആ വിചാരത്തിനും അടിമപ്പെട്ട് പിന്തിരിഞ്ഞ് പൊക്കോണ്ടിരുന്നവരെ ദുഷിക്കുകയും പരിഹസിക്കുകയും മോശയോട് പിറുപിറുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടന്നപ്പോൾ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. അപ്പോൾ അവിടെ സർപ്പത്തെ അയച്ചു. എല്ലാ ജനത്തെയും പോയി കടിക്കുന്നു. കുറേ എണ്ണം ചത്തുപോയി. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മോശ ദൈവത്തോട് കടന്ന് നിലവിളിക്കുക, കർത്താവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് മോശയോട് കർത്താവ് പറഞ്ഞത്, ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി അവിടെ തൂക്കുന്നു. അപ്പോൾ താമ്ര സർപ്പത്തെ ഉണ്ടാക്കി തൂക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? കടിക്കുന്നതൊക്കെ ചെന്നിട്ട് ആ സർപ്പത്തെ നോക്കണം. അപ്പോൾ അവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. അതിനു വേണ്ടിയാണ് അന്ന് അവർ നിയമിച്ചത്. ഞാൻ ആദ്യമേ അത് ഓർമ്മപ്പെടുത്തി. എന്നാൽ കർത്താവ് പറഞ്ഞു അതിനെ വിട്ടു, എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഇവർ എന്ത് ചെയ്തു? ഈ മൂഢജനം, അതായത് ഇവരെ മൂഢജനം എന്നാണ് പറയുന്നത്. ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരെ മൂഢജനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അതിന് ധൂപം കാണിക്കാൻ തുടങ്ങി. കാരണം സർപ്പത്തെ നോക്കിയപ്പോൾ വിടുതൽ കിട്ടി, സൗഖ്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിസ്കിയാവ് അടിച്ചുടച്ച് കളഞ്ഞത്. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിനെ എന്തിനാണ് ഉയർത്തിയിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നത് കർത്താവ് അതിനെ ഉപമിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യപുത്രനെ ഉയർത്തിയിരിക്കുന്നത് ശാപത്തിൽ നിന്ന് വിടുവിക്കുക, രോഗത്തിൽ നിന്ന് വിടുവിക്കുക, സ്വർഗരാജ്യം അവന് കൊടുക്കുക. അതാണ് യോഹന്നാൻ സുവിശേഷം എടുത്ത് വായിച്ചു നോക്കുക. എത്ര മനോഹരമായിട്ടാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എത്ര മനോഹരമായിട്ട് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. എത്ര മനോഹരമായിട്ടാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം ഇതാ, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല.
വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും അവരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. കണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിയിരിക്കുന്നത് മനുഷ്യന് നിത്യജീവൻ ഉണ്ടാകണം. മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടണം. മരിക്കരുത് ഈ ഭൂമിയിൽ മാത്രമല്ല, രണ്ടാമത്തെ മരണത്തിലും അവൻ അകപ്പെടരുത്. മരണത്തിൽ അവൻ പോകാതെ മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടണം. അവന് ശാപമോചനമുണ്ടാകണം, പാപമോചനമുണ്ടാകണം, അവന് രോഗസൗഖ്യമുണ്ടാകണം, സകലത്തിൽ നിന്നും അവൻ വിടുവിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ ഒന്ന് നോക്കിയാൽ, വിശ്വാസത്തോടു കൂടെ നോക്കിയാൽ, അവൻ ഏത് ഉദ്ദേശത്തോടു കൂടെ നോക്കുന്നുവോ ആ ഉദ്ദേശം അവന് പൂർത്തിയാകണം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു മന്ത്രവാദിയെ, ആ മന്ത്രവാദി നിലവിളിച്ച് പറയുകയാണ്, ഇത്രകാലം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു, എനിക്ക് സുഖം കിട്ടിയില്ല, ഇതാ യേശു ക്രിസ്തു സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിനെ നോക്കിയവർ വിടുവിക്കപ്പെടുകയാണ്, കർത്താവിനെ നോക്കിയവർ രക്ഷിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലാണ് നാം ഓരോരുത്തരും വിടുതൽ പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക ഈ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയമുള്ള സഹോദര സഹോദരി, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടെ മാത്രമേ നിങ്ങളെ മക്കളെ നടത്താവൂ. നാം ഓരോരുത്തരും മക്കളെ നടത്താവൂ. അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുക, യേശു ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കുക. യേശു ക്രിസ്തുവാണ് രക്ഷകനെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിലും കൊണ്ടുപോകാതിരിക്കുക. നീയും നിൻ്റെ കുടുംബവും ശപിക്കപ്പെട്ടതായി തീരാതിരിക്കേണ്ടതിന് നിൻ്റെ മക്കളെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകാതിരിക്കുക. നിൻ്റെ മക്കളെ വിഗ്രഹത്തെ ആരാധിക്കാൻ നിർബന്ധിക്കാതിരിക്കുക. യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് നീ രക്ഷ പ്രാപിക്കുക. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിച്ചുകൊണ്ട് സ്നാനമേറ്റ് ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് ആത്മീയ ആരാധനയിൽ പങ്കെടുത്ത്, കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കെടുത്ത്, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിച്ച് ഈ ഭൂമിയിൽ ദൈവം തന്ന എല്ലാ നന്മകളും അനുഭവിച്ച് ഈ ജീവിതം പൂർത്തിയാക്കുവാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. മക്കളെ നേർവഴിക്ക് നടത്തുക. പ്രിയമുള്ളവരെ, ഇന്ന് എത്രയോ പേർ പ്രസംഗിമാരായിരുന്നവരുടെ മക്കൾ ഇന്ന് കള്ളും കുടിച്ച് നടക്കണമെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ് അവരിങ്ങനെ നടക്കുന്നത്? എനിക്കറിയാം, ചിലരെയൊക്കെ എനിക്കറിയാം. അവരുടെ അപ്പന്മാരൊക്കെ പാസ്റ്റർമാരൊക്കെ ഇരുന്നവരാണ്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ വചനം അവർ പ്രസംഗിക്കുന്നുവെങ്കിലും മക്കളെ അവർ അളിച്ചുവിട്ട കാളയെ പോലെ അങ്ങ് വിടുകയാണ്. അളിച്ചുവിട്ട കാളയെ പോലെ തോന്നിയവാസം ജീവിക്കുക. മക്കൾ മാട് പോലെ അവളെ വളർത്തുക. മാട് പോലെ വളർന്നാൽ മാട് പോലെ വളരുന്നത് അറവശാലയിലേക്ക് തന്നെ പോകും, അത് പാതാളത്തിലേക്ക് തന്നെ. മാട് പോലെയല്ല വളർത്തേണ്ടത്. നാം എത്രമാത്രം ദൈവത്തിൻ്റെ വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുന്നുവോ അതേപോലെ തന്നെ മക്കളെയും ഉപദേശിച്ച് ചെറുപ്പത്തിലെ ദൈവത്തെ, പ്രധാനമായിട്ടും ദൈവത്തെ അവർക്ക് കൊടുക്കണം. ദൈവഭക്തിയിൽ തന്നെ അവരെ വളർത്തണം. ദൈവഭക്തിയിൽ അവരെ വളരുവാൻ അനുവദിക്കണം. ദൈവഭയം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ദൈവഭയം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ ദൈവഭക്തിയിൽ അവരെ വളർത്താൻ നോക്കണം. ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും വിശ്വാസ ജീവിതത്തിൽ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകേണ്ടി വരും. അതുപോലെ നാം ഓരോരുത്തരും മനസ്സിലാക്കണം, മക്കൾ, അപ്പൻ അമ്മമാർ ജീവിച്ച ആ രീതി യഥാർത്ഥമായ രീതി ആണോ എന്ന് പരീക്ഷിച്ച് നോക്കണം. തിരുവചനത്തിൽ വായിച്ച് നോക്കണം, ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. ചിലർ വിഗ്രഹാരാധികളായിരുന്നിരിക്കാം, ആ വിചാരം ചെയ്യുന്നവരായിരുന്നിരിക്കാം, അവരുടെ മക്കളായിരിക്കാം യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിലേക്ക് വരുന്നത്. അവർ പരീക്ഷിച്ച് നോക്കണം, ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. എൻ്റെ അപ്പനും അമ്മയും ജീവിച്ച രീതി ശരിയാണോ എന്ന്. അതാണ് ഹിസ്കിയാവ് ചെയ്തത്. ന്യായപ്രമാണം വായിച്ചു നോക്കി.
അവർ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ എല്ലാത്തെയും അടിച്ചു ഉടച്ച് വിഗ്രഹങ്ങളെയും ആ സർപ്പത്തെയും അടിച്ചുടച്ച് കീത്തോൻ തോട്ടിലേക്ക് കൊണ്ടു കളഞ്ഞത്. സ്തോത്രം. അന്ന് തൊട്ട് അവർക്ക് വിടുതലുണ്ടായി. അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദര സഹോദരി, ക്രിസ്ത്യാനിയെ, എൻ്റെ സഹോദര, എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, യേശു ക്രിസ്തു എന്ന ഏകരക്ഷകനിൽ കൂടെ അല്ലാതെ രക്ഷയില്ല. ഇസ്രായേലിൻ്റെ ദേവനെയും ദേവിയെയും വിഗ്രഹത്തെയും നീ കൊണ്ടു നടക്കുന്നുവെങ്കിൽ തീർച്ചയായും നീ ഇന്നും ശാപത്തിനടിമയാണ്. നീ കണക്ക് കൊടുക്കേണ്ടത് നിൻ്റെ അപ്പനും അമ്മയും ചെയ്ത ആ പാവത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും. നീ ചെയ്ത പാവത്തിനും നീ കണക്ക് കൊടുക്കേണ്ടി വരും. നിൻ്റെ മക്കൾക്കും അത് പാതകമായി തീരും. തലമുറയായി ശാപത്തിനടിമയായി കടക്കേണ്ടി വരും. അങ്ങനെയാണെന്ന് ഒരുപാട് കുടുംബങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ പറ്റാതെ. സ്തോത്രം. അവർ ദൈവരാജ്യത്തിൽ നിന്ന് ദൂരെയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്നാനമേറ്റ് കർത്താവിനോടുകൂടെ ചേർന്ന് ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. സ്തോത്രം. അങ്ങനെ മക്കൾക്ക് ശാപത്തെ കൊടുക്കാതെ അനുഗ്രഹത്തെ കൊടുക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരും തയ്യാറാകുക. ഇനി അടുത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഈ നീതിമാന്മാരായിരുന്ന അവരുടെ മക്കൾ എങ്ങനെ ശാപഗ്രസ്തരായി തീർന്നു എന്നുള്ള കാര്യങ്ങളെ ഇനി ഒരുപാട് ഭാഗങ്ങൾ തിരുവചനത്തിലുണ്ട്. അടുത്ത ഭാഗത്തിൽ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് ഈ സുവിശേഷം കേൾക്കുന്ന എല്ലാവരും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളതിനു വേണ്ടി കാത്തിരിക്കുക. സുവിശേഷം കേൾക്കുക. വചനത്തിൽ കൂടെയാണ്. വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതും മാംസത്തെയും മച്ചയും തുളച്ചു കയറുന്നതാണ് തിരുവചനം. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവായ്ത്തലയുള്ള വാൾ, ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് തിരുവചനം. മച്ച മാംസത്തെയൊക്കെ തുളച്ചു കയറി പോവും. അതുകൊണ്ട് ഈ വചനത്തിൽ കൂടെ മക്കളെ നടത്തുവാൻ ഓരോരുത്തരും തയ്യാറാകുക. നാം ഓരോരുത്തരും വചനത്തെ വിട്ട് കളിക്കരുത്. കർത്താവ് പറഞ്ഞ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറാവണം. മത്സരിക്കുന്നവരായിരിക്കരുത്. ഏറ്റവും ദൈവം വെറുക്കുന്നതാണ് വിഗ്രഹം, ബിംബം. അതിൻ്റെ മുന്നിൽ ഒരിക്കലും പോകരുത്. ദൂരെ നിന്ന് നോക്കി പോലും അതിനെ ഇങ്ങനെ നമസ്കരിച്ച് പോകരുത്. തൊട്ട് ദൂരെ നിന്ന് പോലും. അതാണ് കർത്താവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ വിഗ്രഹത്തെ നോക്കി നീ നമസ്കരിക്കുന്നുവെങ്കിൽ നീ ശാപഗ്രസ്തനായി തീരുകയാണ്. സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്തെ വിട്ട് ഓടിക്കൊള്ളുക എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാം. മനസ്സോടെ പ്രാർത്ഥിക്കുക. ഈ കർത്താവിൻ്റെ തിരുവചനത്തിൽ നാം കേട്ടതുപോലെ നമ്മുടെ അപ്പനും അമ്മയും ചെയ്ത പാവത്തിന് ഞാൻ ഇന്നും അടിമയാണോ? ഞാൻ ചെയ്ത പാവം എൻ്റെ പിള്ളേർക്ക് വരുമോ? ഞാൻ ഏത് വഴിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു? ശോധന ചെയ്യുക. മനസ്സിനെ ശോധന ചെയ്യുക. സ്തോത്രം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ ദൈവമേ, ഈ തിരുവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവർ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഈ പറയപ്പെട്ട എല്ലാ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഇവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ. അനേകർ ഇത് കേൾക്കുവാനിടയാകട്ടെ. അനേകർ സത്യം മനസ്സിലാക്കുവാനിടയാകട്ടെ. എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേട്ടവർ ആരും നഷ്ടപ്പെട്ടു പോകരുതേ പിതാവേ, രക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സുവിശേഷത്തെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സുവിശേഷത്തെ നിങ്ങൾ സഹായിക്കുക. സ്തോത്രം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം.